السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മുത്തുനബിയെ പറയാം, മുത്തുനബിയെ അറിയാം എന്ന പരിശുദ്ധമായ റബീഉൽ അവൽ ക്ലാസ്സിലെ അടുത്ത ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ആദ്യ 3 വർഷത്തെ സംഭവങ്ങളാണ് നാം അയവിറക്കിയത്. ഇനി നമുക്ക് പറയാനുള്ളത് പരസ്യ പ്രബോധനത്തെക്കുറിച്ചാണ്. അദ്ദഅവതു ഇലൽ ഇസ്ലാമി ജഹ്റൻ, ഇസ്ലാമിലേക്കുള്ള പരസ്യ പ്രബോധനം. ثم أمر الله رسوله صلى الله عليه وآله وسلم بالجهر بالدعوة بعد 3 سنين من المبعث. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 3 വർഷത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യ പ്രബോധനത്തിന് നിർദ്ദേശം നൽകി. ഫസ്ദഅ ബിമാ തുഅമർ വഅരിദ് അനിൽ മുശ്രികീൻ വഅൻദിർ അശീറതകൽ അഖ്റബീൻ വഹ്ഫിൽ ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ വഖുൽ ഇന്നി അനൻ നദീറുൽ മുബീൻ തുടങ്ങിയ ആയത്തുകൾ സൂറത്തുൽ ഹജ്റിലെ, സൂറത്തുൽ ശുആറയിലെ, സൂറത്തുൽ ഹജ്റിലെ മറ്റൊരായത്ത്, ഇങ്ങനെ പല ആയത്തുകളെ കൊണ്ടും പല ആയത്തുകളും ആ പരസ്യ പ്രബോധനത്തിലേക്കുള്ള സൂചനകളാണ്. തങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് തങ്ങൾ മുന്നറിയിപ്പ് നൽകണം, തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ പ്രബോധനം ചെയ്യണം, ആ ജനങ്ങളെ അറിയിക്കണം. തങ്ങളോട് പിൻപറ്റുന്ന ആളുകൾക്ക് അവരോട് തങ്ങൾ വിനയം കാണിച്ച് അവരോട് കൂടെ നിൽക്കണം. ജനങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാണ് തങ്ങളെന്ന് തങ്ങൾ അവരോട് പറയണം. തുടങ്ങിയ പല കാര്യങ്ങളും പരസ്യ പ്രബോധനത്തിലേക്കുള്ള സൂചനകളാണ്. അങ്ങനെ ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം കൊണ്ട് ഇസ്ലാം മതം പരസ്യപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ഈ പ്രബോധനം ആരംഭിക്കേണ്ട താമസം ഫഖാലഫഹു ഖൗമുഹു വശാഖൂഹു വഅദൂഹു ഇല്ലാ മൻ അസമല്ലാഹു മിൻഹും ബിൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ട് അനുസരിച്ച ചുരുങ്ങിയ ആളുകളല്ലാതെ ബാക്കിയുള്ള സർവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അവിടുത്തോട് ശത്രുത വെക്കുകയും ചെയ്തു. ശക്തമായ ശത്രുത അവർ വെക്കുകയും അങ്ങനെ ഫകദ്ദബൂഹു വആദൗഹു, അവർ നബി തങ്ങൾ പറഞ്ഞത് കളവാണെന്ന് അവർ ആരോപിക്കുകയും നബി തങ്ങൾ ഒരു മാരണക്കാരാണ്, ചെയ്വന ചെയ്യുന്നവനാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവനാണെന്ന് അവർ ആരോപിക്കുകയും ഇതൊരു ജ്യോത്സ്യപ്പണിയാണെന്നും അതുപോലെ മുഹമ്മദിന് ഭ്രാന്താണെന്നും തുടങ്ങിയ പല ആരോപണങ്ങളും, അവനെന്തോ കിനാവ് കണ്ട് സ്വപ്നം കണ്ടുവെന്ന് പറയുകയാണെന്നും തുടങ്ങിയുള്ള പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ നടത്തുകയുണ്ടായി. എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ആളുകളുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളും എല്ലാം ക്ഷമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു എന്താണോ നിർദ്ദേശിച്ചത് അതിൽ നബി തങ്ങൾ ഉറച്ചു നിന്നു. വഹുവ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മഅ ദാലിക മുദ്ഹിറുൽ അംറ ലാ യസ്തഖഫി ബിഹി. അത് മറച്ചു വെക്കാനോ അത് പറയാതിരിക്കാനോ നബി തങ്ങൾ തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യവും വ്യക്തവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചവരിൽ പ്രധാനികളാണ് അബൂ ജഹൽ, അബൂ ലഹബ്, ഉമയ്യത്ത് ബിനു ഖലഫ്, ഉഖബത്ത് ബിനു അബി മുത്തിഅ, ഹക്കമ ബിനുൽ ആസ് തുടങ്ങിയ പ്രമുഖരായ പല ആളുകളും നബി തങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ നിലക്ക് പ്രയാസപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരസ്യ പ്രബോധനത്തിന്റെ തുടക്കം. അല്ലാഹുവിന്റെ ഈ കൽപ്പന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ കുന്നിന്റെ മുകളിൽ കയറി ഖുറൈശികളെയൊക്കെ വിളിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു,
മാലക്കയാ മുഹമ്മദ്, എന്താ മുഹമ്മദേ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഞങ്ങളെയൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറഅയ്തും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിസഫഇ ഹാദൽ ജബൽ അകുൻതും തുസദ്ദിഖൂനനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, ഈ കാണുന്ന മലയുടെ ചെരുവിലൂടെ, സഫാ കുന്നിന്റെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിലൂടെ ഒരു കുതിര വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യമാക്കുമോ, അത് വിശ്വസിക്കുമോ? അവര് പറഞ്ഞു, അതേ ഞങ്ങൾ വിശ്വസിക്കും. ഞാൻ നുണ പറയുകയാണോ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതല്ല, നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും. മനസ്സിലായില്ലേ? കാരണം എന്തേ വിശ്വസിക്കാൻ കാരണം? നീ ഇന്നേ അവരെ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. അല്ല, അമീനല്ലേ, വിശ്വസ്തനായ വ്യക്തിയാണ്. ഇതങ്ങ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് കഠിനമായ ഒരു ശിക്ഷ വരാനുണ്ട് എന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് തരാൻ വന്ന താക്കീതുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലാണ്. നിങ്ങൾ ആരാധിക്കുന്നത് യഥാർത്ഥ ആരാധ്യ വസ്തുവിനെയല്ല, ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ജനങ്ങളുടെ ഭാവം മാറി, സ്വഭാവം മാറി. ജനങ്ങളിൽ പ്രമുഖരായ ഖുറൈശി പ്രമുഖർ പറഞ്ഞു, അന്നീ ലാ അംലികു ലക്കും മിനദ് ദുനിയാ വലാ മൻഫഅതൻ വലാ മിനൽ ആഖിറതി നസീബൻ ഇല്ലാ അൻ തഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് നബി അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും വേണ്ട. ദുനിയാവിലോ ആഖിറത്തിലോ നിങ്ങളിൽ നിന്ന് ഞാനൊരു ഉപകാരവും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, അതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥനായ ആരാധ്യനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നവരോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം അവർ പറഞ്ഞു, തബ്ബൻ ലക തബ്ബൻ ലക സായിറൽ യൗമി അലിഹാദാ ജമഅതനാ. അവരോട് പറയാം, മുത്തുനബി നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലോ നാളെ ആഖിറത്തിലോ ഒരു ഉപകാരവും ഞാൻ ഉടമപ്പെടുത്തി തരില്ല. ഞാൻ നിങ്ങളുടെ റസൂലാണെന്ന് മുത്തുനബി അവരോട് പറഞ്ഞു. അബൂലഹബ് പറയാണിത് കേട്ടപ്പോ, തബ്ബൻ ലക നിനക്ക് നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെയൊക്കെ നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നീ നശിക്കട്ടെ, നിനക്കാണ് നാശം. അതിന് മറുപടിയായി അല്ലാഹു ഇറക്കിയ സൂറത്താണ്, മുഹമ്മദിനല്ല നാശം, നാശം നിനക്കാണ്. അബൂലഹബേ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അവൻ നരകത്തിലേക്കുള്ളതാണ് എന്നായത്തിറങ്ങി. നിങ്ങൾ നോക്കണേ, ഇത് ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം തുടങ്ങിയ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിലാ. അതിന്റെ ശേഷം എത്ര കാലം അബൂലഹബ് ജീവിച്ചു? പക്ഷേ അബൂലഹബിന് ആ ഖുർആൻ ശരിയല്ലായിരുന്നുവെങ്കിൽ, അത് അല്ലാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നെങ്കിൽ അത് മുസ്ലിമായ പോരായിരുന്നില്ലേ? പക്ഷെ അബൂലഹബിന് അതിന് കഴിഞ്ഞില്ല, അതിന് കഴിയുകയുമില്ല. അത് തന്നെ ഖുർആനിന്റെ, അത് അല്ലാഹുവിൽ നിന്ന് അവതരിച്ച വചനമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതായിരുന്നു പരസ്യ പ്രബോധനം തുടങ്ങിയതിന്റെ ആദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് അബൂലഹബിന്റെ മക്കളായിരുന്നു. അബൂലഹബിന് ഉത്ബ, ഉതൈബ, മുത്തലിബ് എന്ന 3 മക്കളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 മക്കൾ, അവരെ വിവാഹം കഴിച്ചത് മകളായ റുഖയ്യ ബീവിയെ ഉത്ബക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ഉമ്മു കുൽസുമിനെ ഉതൈബക്കുമാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോ 2 പേരെ കൊണ്ടും ഉത്ബയും ഉതൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ തൊലാക്കില്ല. അതിനുശേഷമാണ്
ഈ വിവരമറിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു വലിയ സങ്കടമായി. ഉസ്മാൻ റളിയല്ലാഹു മുത്തുനബിയുടെ അടുക്കൽ വന്നു. റുഖയ്യ ബീവി എനിക്ക് കെട്ടിച്ചു തരുമോ നബി എന്ന് ചോദിക്കുകയും റുഖയ്യ ബീവി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. പിന്നീട് ബദർ യുദ്ധത്തിന്റെ സമയം ഹിജ്റയുടെ 2-ാം വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയതിനു ശേഷം റുഖയ്യ ബീവി വഫാത്തായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കാണുകയും പിന്നീട് അള്ളാഹുവിൽ നിന്നുള്ള വഹി ഇറങ്ങി ജിബ്രീൽ മുഖേന അലൈഹിസ്സലാം തങ്ങളെ തങ്ങളുടെ മകളായ ഉമ്മു കുൽസുമിനെയും ഉസ്മാന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് ഓർഡർ വന്നപ്പോൾ ഉമ്മു കുൽസുമിനെയും ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ നബി തങ്ങളുടെ 2 മക്കളുടെ ഭർത്താവാകാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. എന്തേ ഉസ്മാന്റെ സങ്കടം? ഉസ്മാന്റെ സങ്കടം നബിതങ്ങളുമായുള്ള എൻ്റെ ആ ബന്ധം അതെങ്ങാനും മുറിഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു, ആ സ്നേഹമായിരുന്നു 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ ഓർഡർ ലഭിക്കാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അവിടുന്ന് സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഇസ്ലാമിൻ്റെ വില മനസ്സിലാകുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വീടുകളും കയറി ഇറങ്ങുമായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു നിങ്ങളോട് അവനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നു, അവനോട് മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഓരോ വീടും കയറി ചെന്ന് നബി തങ്ങൾ പറയുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനോട് കൂടെ മറ്റു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അവനെ മാത്രം ആരാധിക്കണം, അവൻ ഏകനായ ഇലാഹാണെന്ന് പറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ പിന്നാലെ അബൂലഹബ് ചെന്നിട്ട് കൊണ്ട് പറയും, യാ അയ്യുഹന്നാസ് ഇന്ന ഹാദാ യഅ്മുറുക്കും അൻ തത്റുകൂ ദീന ആബായിക്കും. ജനങ്ങളെ, ഇയാൾ നിങ്ങളോട് നിങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്ന മതത്തെ, ദീനിനെ ഒഴിവാക്കാൻ വേണ്ടി പറയാണ്, അത് കേൾക്കരുത് എന്ന് പിന്നാലെ നടന്ന് അബൂലഹബ് പറയുമായിരുന്നു. ആരാ അബൂലഹബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ്. അങ്ങനത്തെ അബൂലഹബ് പിന്നാലെ നടന്ന് പറയും, കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കുത്ത്, കുടുംബത്തിൽ നിന്ന് തന്നെ കുത്ത് കിട്ടി. പക്ഷേ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ 2 വർഷം കടന്നു ചെന്നപ്പോ പിന്നീട് ശത്രുക്കളുടെ മർദ്ദനം കഠിനമായി തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് ആദ്യമായി ഹിജ്റ പോകാൻ സമ്മതം ലഭിക്കുന്നത്. അങ്ങനെ ഹബശയിലേക്ക് ഹിജ്റ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹബശയിലേക്കുള്ള 1ാമത്തെ ഹിജ്റയും തുടർന്നുള്ള ഹിജ്റയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. പരസ്യ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടം നാം കൃത്യമായി മനസ്സിലാക്കി. ആദ്യ 3 വർഷം രഹസ്യ പ്രബോധനവും പിന്നീട് പരസ്യ പ്രബോധനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ത്യാഗങ്ങളെ മനസ്സിലാക്കി അവിടുത്തെ സ്നേഹിച്ച് അവിടുന്ന് പിൻപറ്റി വിജയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.